നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചന്ദൻപൂർ പിന്നെ ലഖൻപൂർ ഗ്രാമത്തിലേക്ക്. ഇവിടെ ഓരോരോ വർഷവും ഒരു പാരമ്പര്യം നടക്കുന്നു. അതായത് ഈ ഗ്രാമത്തിന്റെ കുലദേവതയുടെ പൂജ. പക്ഷേ അതിലും വലിയ പാരമ്പര്യം എന്താണെന്നോ? ആ കുലദൈവത്തിന്റെ പ്രസാദമായ ലഡ്ഡു. അത് എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം പ്രശസ്തിയാർജിക്കും ആ ഗ്രാമം. മാത്രമല്ല കുലദൈവത്തിന്റെ ആശീർവാദവും കിട്ടും. പിന്നെ ഏത് ഗ്രാമത്തിന്റെ ലഡ്ഡുവാണോ ചെറുത്, അവർ വലിയ ലഡ്ഡു ഉണ്ടാക്കുന്ന ഗ്രാമത്തിന് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് വിരുന്നും മാത്രമല്ല ആ വർഷം മുഴുവൻ അവർ പറയുന്നത് കേൾക്കുകയും വേണം. ഇപ്പോൾ നമുക്ക് ചന്ദൻപൂർ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോകാം. ദേ നോക്ക്, ചായ ഇടാൻ നീ എന്താ ആകാശത്തോട്ട് പോയിട്ടുണ്ടോ? 1 മണിക്കൂറായിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. വൈകുന്നേരം ആവുന്നുള്ളൂ, നിനക്ക് ചായ തരാൻ പറ്റുമോ? മതി മതി, വെറുതെ ശബ്ദം ഉണ്ടാക്കണ്ട. രാവിലെ മുതൽ 5-6 ചായയായി നിങ്ങൾക്ക് തരുന്നു. നിങ്ങളിപ്പോ പഞ്ചായത്തിലേക്ക് പോകുന്നോ ഇല്ലെങ്കിൽ നാളെ മുഴുവൻ എന്റെ അടുത്തുനിന്ന് ചായ വാങ്ങി വാങ്ങി കുടിക്കാൻ പോകുന്നോ? എന്താ ഉദ്ദേശം? ശരി ശരി, നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഗ്രാമത്തിലെ ഇന്നും വലിയ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യവും നമ്മുടെ ലഡ്ഡു ചെറുതായി പോയാലേ മൊത്തം ലഖൻപൂർ ഗ്രാമം നമ്മൾ തന്നെ ചുമന്നുകൊണ്ടിരിക്കണം. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടില്ല. പിന്നെ മൊത്തം വർഷമായിട്ട് നമ്മൾ മിണ്ടാതിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ വർഷവും ഞാൻ ചുമന്ന് എനിക്ക് നന്നായിട്ട് പുറം വേദനിക്കുന്നുണ്ട്. ഇനിയുള്ള വർഷത്തേക്ക് എനിക്ക് ആ വേദന എന്നെ കൊണ്ട് ചുമക്കാനേ പറ്റില്ല. ശരി, അപ്പൊ പെട്ടെന്ന് തന്നെ പോയി ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതല്ലേ? ആദ്യം തന്നെ പോയി നന്നായിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരാളെ കാണ്. അവൻ ഏറ്റവും വലിയ ലഡ്ഡു ഉണ്ടാക്കട്ടെ. ഇപ്പൊ പോയി കണ്ടാലേ അറിയുള്ളൂ. ശരി, ഞാൻ പോയി പഞ്ചായത്ത് പോയിട്ട് വരാം. വൈകുന്നേരം നിന്റെ അടുത്ത് ചായ കുടിക്കുമ്പോൾ ഞാൻ വന്നേക്കാം. എന്താ? അപ്പൊ പഞ്ചായത്തെല്ലാം വിട്ട് നല്ലൊരു ചായക്കട തുടങ്ങ്. അവിടെ നിങ്ങൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കേ. ഇവിടെ നോക്കും മുതലാളി, ഈ പ്രാവശ്യം ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി ആ ഗൻചക്കനെയും പിന്നെ ഫക്കീർ ചക്കനെയും നിങ്ങൾ വിളിക്കണ്ട. അവര് പാചകം ഉണ്ടാക്കുന്നവരല്ല, ഇസ്തിരി ഉണ്ടാക്കുന്നവരാണ്. അവരെ കൊണ്ടാണ് നമ്മൾ ഈ 1 വർഷമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഈ പ്രാവശ്യം ഒരു ചങ് സമയൽക്കാരൻ കൊണ്ടാണ് ചന്ദൻപൂർ ഗ്രാമത്തിന് ലഡ്ഡു ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആ പാചകക്കാരനെ കണ്ടുപിടിക്കുന്ന പൊറുപ്പ് നിന്റേത് മാത്രമാണ്. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. മൊത്തം നഗരത്തിൽ ഞാൻ തേടിയിട്ട് ഒരു അത്ഭുതമായുള്ള പാചകക്കാരനെ ഞാൻ കൊണ്ടുവന്നേക്കാം. ഞാൻ ഇന്ന് തന്നെ നഗരത്തിലേക്ക് പോവാം. വരുമ്പോൾ ഞാൻ എന്തായാലും പാചകക്കാരനെ കൊണ്ടുവന്നേക്കാം. ഇവിടെ നോക്കുമോളെ. ശരി, നീ എവിടെയാ ഉള്ളത്? വേഗം ഒരു ചായ ഇട്ടിട്ട് കൊണ്ടുവാ. നീ എന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? അതെ, ഉറങ്ങിയിട്ട് തന്നെയാ ഉള്ളത്. എനിക്കെന്താ 4-5 പണിക്കാരുണ്ടല്ലോ എന്നെ സഹായിക്കാൻ. ഞാൻ എപ്പോഴും വിശ്രമിച്ചോണ്ടിരിക്കുകയാണല്ലോ. സ്വീറ്റ്സ് ഉണ്ടാക്കുന്നവനെ കിട്ടിയോ? ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി ഇതേപോലെ ടീ കുടിച്ചോണ്ടിരുന്നോ? എന്താ? ഷടാ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പോയി നല്ല ചൂടുള്ള ഒരു ചായ എടുത്തിട്ട് വാ. ദിവസം മുഴുവൻ ചായ കുടിച്ചുകൊണ്ടിരുന്നോളൂ. ഈ തവണയിൽ ലഖൻപൂർകാരോട് നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കറിയാം? നിർത്ത്. എപ്പം നോക്കിയാലും തെറ്റായിട്ട് സംസാരിക്കുന്നു നീ. പോയി ആദ്യം ഒരു നല്ല ചായ ഉണ്ടാക്കിട്ട് വാ. ഞാൻ പറയുന്നതിൽ തെറ്റൊന്നുമല്ല, ശരി തന്നെയാ പറയുന്നത്. ഈ പ്രാവശ്യം കൂടി നമ്മൾ ജയിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ മൂക്കരിയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ലഖൻപൂർ ഗ്രാമത്തെ പറ്റി സംസാരിക്കാം. വർഷാവർഷം അവര് വിജയിക്കും. സൗജന്യമായി വിരുന്ന്, പിന്നെ മറ്റുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതവർക്ക് ശീലമായി. ഇവിടെ നോക്കു മക്കളെ, ഈ പ്രാവശ്യം ദൈവത്തിനുണ്ടാക്കാനുള്ള ലഡ്ഡു എല്ലാത്തിനെക്കാട്ടും വലുതായിട്ടും ഉണ്ടാവണം. ശ്രദ്ധയോടെ നിൽക്കൂ. എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഈ പ്രാവശ്യവും ചന്ദൻപൂർ ഗ്രാമത്തിൻ്റെതാണ് ഏറ്റവും സംസാരിക്കേണ്ടത്. എല്ലാ പ്രാവശ്യം എല്ലാവരും ഇങ്ങോട്ട് വന്ന് സേവ ചെയ്യുന്നത് അവരവരുടെ കട്ടായത്ത് കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊന്ന് കേട്ടിട്ടുണ്ട്, ഈ പ്രാവശ്യം ചന്ദൻപൂര് ജയിക്കാൻ വേണ്ടി ജീവൻ വരെ നൽകാൻ നീ തയ്യാറായിരുന്നുണ്ട്. ശരി മുതലാളി, ഈ പ്രാവശ്യം ലഡ്ഡു എത്ര വലുപ്പായിട്ടുണ്ടാവും? ചന്ദൻപൂർ ഗ്രാമത്തിനെക്കാട്ടും വലുതാണ്. എത്ര വലുതെന്ന് വെച്ചാൽ നമ്മുടെ മൊത്ത ഗ്രാമവും മറഞ്ഞുപോയി നിൽക്കോ. വേഗം തന്നെ എല്ലാരും ജോലി തുടങ്ങിക്കോളൂ. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചോളൂ, ചന്ദൻപൂർ ഗ്രാമം എത്ര വലിയ ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങളൊന്നും പേടിക്കേ വേണ്ട. ഞാൻ എല്ലാ ആൾക്കാരും ആ ഗ്രാമത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് തീർച്ചയായിട്ടും ഈ പോട്ടിയിൽ ജയിക്കാനേ പറ്റില്ല. 2 ഗ്രാമങ്ങളും പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അതായത് എല്ലാവരേക്കാളും വലിയ ലഡ്ഡു ഉണ്ടാക്കാനുള്ള ജോലി. നന്ദു നഗരത്തിലെ ഏറ്റവും വലിയ ലഡ്ഡു ഉണ്ടാക്കുന്ന ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ലഡ്ഡു ചെയ്യണം.
പറയൂ, നിങ്ങൾക്ക് എത്ര കിലോ ലഡുവാണ് ചെയ്യേണ്ടത്? കിലോ കണക്കിലല്ല, അതിനെക്കാട്ടും വലിയ ലഡുവാണ്. ആ ശരി, എത്ര അടിയിലാണ് ചെയ്യേണ്ടത്? അടി കണക്കിലൊന്നല്ല, ഒരു വലിയ നാടിന്റെ സൈസിലാണ് ചെയ്യേണ്ടത്. ഇന്നും 200 വർഷത്തിന് ആ മൊത്തം ലഡു ആണോ നിങ്ങളെ ഗ്രാമ ആൾക്കാർ കഴിക്കാൻ പോകുന്നത്? ഇത്രയും വലിയ ലഡു ചോദിക്കുന്നു. ചന്ദൻപൂർ ലഖൻപൂർ ഗ്രാമത്തില് വലിയൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. ഏത് ഗ്രാമത്തിന്റെ ലഡു വലുതായിട്ടുണ്ടോ അവർക്കാണ് അനുഗ്രഹം കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഗ്രാമത്തിലേക്ക് വന്നേ പറ്റുള്ളൂ, നമുക്ക് സമയമേ ഇല്ല. ശരി ശരി, വരൂ, നമുക്ക് പോയേക്കാം. ശരി, ഇത്രയും വലിയ ലഡു ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ശർക്കരയും നെയ്യും ആവശ്യം നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെ നിങ്ങളുടെ ഗ്രാമത്തിലുണ്ടോ ചേട്ടാ? നിങ്ങൾക്ക് എല്ലാം കിട്ടിയേക്കും, പക്ഷെ ലഡു മാത്രം ഭയങ്കര വലുതായിട്ട് ഉണ്ടാവണം. ചജുവും നന്ദുവും ചന്ദൻപൂർ ഗ്രാമത്തിലേക്ക് വരികയാണ്. അവർ രണ്ടുപേരും നേരെ ഗ്രാമത്തലവന്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ വെച്ചാൽ നീ എല്ലാ കാര്യവും നന്ദുവിനടുത്ത് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. നിങ്ങൾ വളരെ വലിയ ഒരു ലഡുവാണ് ഉണ്ടാക്കേണ്ടത്. അതൊരു പ്രശ്നമേ ഇല്ല. അപ്പോഴാണ് ഏതോ ഒരാൾ മുതലാളി മുതലാളി എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നത്. എടാ ഡോലു, എന്താണ് പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിട്ട് വരുന്നത്? മുതലാളി, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമുക്ക് ലഖൻപൂരിനെക്കാട്ടും വലിയ ലഡു ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. എന്തായിരുന്നു കാരണം? അവര് കുത്തബ് മിനാറിനെക്കാട്ടും വലിയ ലഡു ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് ലഖൻപൂരിന്റെ മുതലാളി സംസാരിക്കുന്നത് കേട്ടിട്ട് വന്നിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, നമ്മൾ ആകാശത്തിനെക്കാട്ടും വലിയൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറെ സമയം ആവശ്യമല്ലേ? ഇന്ന് തൊട്ട് നെയ്യും ചക്കരയും എല്ലാവരുടെ അടുത്ത് നമ്മൾ വാങ്ങിച്ചേ പറ്റുള്ളൂ. 2 ഗ്രാമത്തിലെ ജനങ്ങളും എല്ലാവരേക്കാളും വലിയ ലഡു ഉണ്ടാക്കണമെന്ന തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മുതലാളി, ഈ ലഡു ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാ പൊട്ടിപ്പോകുന്നത് അറിയാനേ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് കുത്തബ് മിനാർ അളവിൽ ലഡു ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? പാതി ഗ്രാമത്തിലുള്ള ശർക്കര നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് എന്താ മരത്തിലെ ഒരു കുത്തബ് മിനാർ ഉണ്ടാക്കിയാൽ എന്താ? പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് ലഡുവിന്റെ ബൂന്തി എടുത്തങ്ങ് ഒട്ടിവെക്കാം. അതുകൊണ്ട് എല്ലാവരും എന്താ കരുതുന്നു വെച്ചാൽ ഇത് വലിയൊരു ലഡു തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കും. ഇപ്പോൾ ലഖൻപൂർ ഗ്രാമവാസികളും പുറത്തേക്കിറങ്ങി. ആദ്യം മരത്തിൽ കുത്തബ് മീനാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ചന്ദൻപൂർ ഗ്രാമവാസികളും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി, അതായത് വലിയ ലഡു ഉണ്ടാക്കാൻ. അങ്ങനെ ചന്ദൻപൂർ ഗ്രാമവാസികൾ വലിയൊരു മല പോലുള്ള ലഡു ഉണ്ടാക്കി. അത് കണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. പക്ഷെ കുറച്ചു സമയം കൊണ്ട് ലഡുവിന് എന്ത് സംഭവിച്ചെന്നോ, കുറേശ്ശെയായി അത് പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. എന്താ പാചകം ഉണ്ടാക്കുന്ന ചേട്ടാ? നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ലഡു തന്നെ പൂജ ഉണ്ടാവുന്ന മുമ്പ് തന്നെ എല്ലാം പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. നാളെയുള്ള പൂജയിൽ എന്ത് ചെയ്യാൻ പറ്റും? എടാ നന്ദു, ഇയാളൊന്ന് എവിടുന്നാ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ഒരു പാചകക്കാരൻ? മുതലാളി, ഞാൻ ഇയാളെ സിറ്റിയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഇയാൾ വളരെ ഒരു തിരമശാലിയുള്ള പാചകക്കാരനാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ലഡു പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഒരു പക്ഷേ ലഡു തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് എങ്ങനെയാണ് പൂജ ചെയ്യുക? ലഡു അല്ലാതെ ദൈവത്തിനടുത്തുനിന്ന് അനുഗ്രഹം കിട്ടില്ല, പിന്നെ മത്സരത്തിൽ നിന്ന് ജയിക്കാനും പറ്റില്ല. ഈ പ്രാവശ്യവും ലഖൻപൂർ ആൾക്കാർ നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരുടെ അടുത്ത് തന്നെയല്ലേ ഉണ്ടാവുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളെ കൊണ്ട് ഒരു ജോലിയെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സ്വീറ്റ്സ് ചെയ്യുന്നവനെ കൂട്ടി വന്നു, അവനും അങ്ങനെ. ദേ നോക്ക്, നീ ആവശ്യമില്ലാതെ അടികൂടല്ലേ. എന്നെ ഒന്ന് ആലോചിക്കാൻ വിട്ടേക്ക്. ഇനി ഇങ്ങനെ ആലോചിച്ച എന്താ കാര്യം? വീണ്ടും ഒരു ലഡു ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി അത്ര നേരം സമയമില്ലല്ലോ. നമ്മളടുത്താണെങ്കിൽ പഞ്ചസാരയും ഇല്ല, പിന്നെ നെയ്യും ഇല്ലല്ലോ. ഗ്രാമവാസികളെല്ലാം വളരെ ദുഃഖത്തോടുകൂടി തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ഈ പ്രാവശ്യവും ലഖൻപൂർ ആൾക്കാരാണ് ജയിക്കാൻ പോകുന്നത് നന്നായിട്ട് മനസ്സിലായി. വീണ്ടും നമ്മൾ വർഷം മുഴുവനായിട്ട് അവർക്ക് അടിമയായിട്ട് നിൽക്കണമെന്നാണ് തോന്നുന്നത്. പിറ്റേ ദിവസം ചന്ദൻപൂർ ഗ്രാമവാസികൾ ഉണർന്നെണീറ്റപ്പോൾ എന്ത് കണ്ടെന്നോ? അതായത് വളരെ വലിയൊരു ലഡു അവരുടെ ഗ്രാമത്തിലുള്ളത് കണ്ടു. അതിന്റെ മുകൾ ഭാഗം മേഘങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഗ്രാമവാസികളെല്ലാം ആഹ്ലാദഭരിതരായി. എന്റെ പൊന്നെ ചജ്ജു, നീ രാത്രിയോടായിട്ട് ഇത്രയും വലിയ ലഡു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് പിന്നെ ഞാന് രാത്രി പോയിട്ട് നന്നായിട്ട് ഉറങ്ങിയും പോയി. അങ്ങനെ വെച്ചാൽ ഈ ലഡു ആരാണ് ഉണ്ടാക്കിയത്? അറിയില്ലല്ലോ. അപ്പോൾ ഗ്രാമവാസികൾക്കെല്ലാം മനസ്സിലായി, അതായത് ഈ ലഡു ഭഗവാന്റെ കരുണയെന്ന്. ഗ്രാമവാസികൾ എല്ലാവരും അവരുടെ കുലദൈവത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയും മത്സരത്തിനായും കാത്തിരുന്നു, അതായത് ഏത് ഗ്രാമമാണ് വിജയിക്കുകയെന്ന്.
ലഖൻപൂർ ഗ്രാമവാസികളും അവരുണ്ടാക്കിയ ലഡു ഭഗവാന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. 2 ലഡുവിന്റെ വലുപ്പവും അവ രണ്ടും മേഘങ്ങൾ മറച്ചിരുന്നു. ഹോ, അങ്ങോട്ട് നോക്കൂ, ഞങ്ങളുടെ ലഡു കണ്ടില്ലേ എങ്ങനെ മിന്നുന്നുണ്ടെന്ന്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ചന്ദൻപൂരിന് ആൾക്കാര് നമ്മുടെ ലഡു മിന്നുന്നത് കണ്ട് തന്നെ തോറ്റു പോകുന്നതാണ്. എന്താ മുതലാളി, ഈ പ്രാവശ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് റാം ലഖൻ. ചന്ദൻപൂരിന്റെ ലഡു ഈ ഗ്രാമത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മിന്നുന്നത് വളരെ കുറവാണ്. അതേ മുതലാളി, ചന്ദൻപൂർ ഗ്രാമത്തിന്റെ ലഡുവിന്റെ വെളിച്ചം മൊത്ത ഗ്രാമമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും പ്രകാശം അറിയുന്നില്ലല്ലോ. ഇവിടെ വരുന്ന എല്ലാ പ്രകാശമൊക്കെ ലഖൻപൂർ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലഡുവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലഡുവിൽ നിന്ന് വെളിച്ചം വരുന്നത് നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ഏതാണ് ജ്വലിക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ, ആരുടെ ലഡു ആണ് ഏറ്റവും വലുതായിട്ടുള്ളതെന്ന്. നിങ്ങൾ പോയ പ്രാവശ്യം തോറ്റുപോയത് മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ വർഷവും ഇന്നും തീർന്നിട്ടില്ലെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. തോറ്റുപോയ ഗ്രാമം ജയിക്കുന്ന ഗ്രാമത്തിൽ മുമ്പ് തന്നെ ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും സംസാരിക്കാൻ പാടില്ല. എല്ലാവരും ഭഗവാന് പൂജയും അർച്ചനയും ചെയ്തു. എന്നിട്ട് കാത്തിരുന്നു. അതായത് ഈ പ്രാവശ്യം ആർക്കാണ് ഭഗവാന്റെ ആശീർവാദം കിട്ടുകയെന്നുള്ളത്. കുറച്ചു സമയത്തിനുള്ളിൽ ലഖൻപൂർ ഗ്രാമത്തിന്റെ ലഡു കുറേശ്ശെയായി താഴേക്ക് വീണുടയാൻ തുടങ്ങി. അതിന്റെ 4 വശവും മരത്തിന്റെ തുണ്ടുകൾ മാത്രമായിരുന്നു. ഷെടാ, ഇവരുടെ ലഡു വലിയ കള്ളമാണല്ലോ. ഇത് മുഴുവനായിട്ട് മരത്തോണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. മേൽഭാഗത്ത് മാത്രമാണ് വെറും ലഡു ഉള്ളത്. അകത്തൊക്കെ വെറും മരക്കഷ്ണങ്ങൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ റാം ലഖൻ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നിന്റെ എല്ലാ കള്ളത്രവും ഗ്രാമത്തെ മക്കൾ മുമ്പൊന്ന് വെളിച്ചം വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ ജനങ്ങളെ പറ്റിച്ചോണ്ടല്ലേ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്നത്. അതേ മുതലാളി, വലിയ വലിയ സംസാരമാണ് ഇവർ സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെയാണ് ചെറിയ ലഡു ആണ് ഉണ്ടാക്കുന്നത്. ഇനിയുള്ള മൊത്ത വർഷവും ചന്ദൻപൂർ ഗ്രാമത്തിൽ മുമ്പ് ഇവര് നാണമല്ലല്ലേ നിൽക്കേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് വെളിച്ചം എങ്ങോട്ടാ വന്നെന്ന് വർത്താനം പറയാൻ വരെ. അപ്പോഴാണ് ആകാശത്തിൽ നിന്ന് ഇടി മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. എന്നിട്ട് ആകാശത്തിൽ നിന്ന് വളരെ വലിയൊരു പ്രകാശം നാനാപുറത്തും വന്ന് പതിച്ചു. അതിനുശേഷം ഒരു അശരീരി പോലെ ശബ്ദം വന്നു. കള്ളം കൊണ്ട് കുറെ വർഷങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത് എപ്പോഴെങ്കിലും ഒരു ദിവസം പൊട്ടിയേ പറ്റുള്ളൂ. ലഖൻപൂർ ജനങ്ങൾ എപ്പോഴും ചന്ദൻപൂർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ തൊട്ട് എല്ലാ വർഷവും ഏതൊരു മത്സരവും ഇല്ലാതെ ചന്ദൻപൂരാണ് ജയിക്കാൻ പോകുന്നത്. പിന്നെ എപ്പോഴും ലഖൻപൂർ ചന്ദൻപൂർ ഗ്രാമത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പണിയെടുത്തേ പറ്റുള്ളൂ. എന്റെ അനുഗ്രഹം എപ്പോഴും ചന്ദൻപൂർ ഗ്രാമത്തിനുണ്ടാവും. ഇനി എപ്പോഴും ഇതുപോലെ മത്സരം നടക്കാൻ പോകുന്നേയില്ല. നമ്മുടെ ദൈവത്തിന് നന്ദിയോ നന്ദി. ഇപ്പൊ എനിക്കൊരു നല്ല കാര്യം മനസ്സിലായി. എത്ര നമ്മൾ സത്യസന്ധതയോടെ ഒരു ജോലി ചെയ്യുന്നുണ്ടോ, അപ്പോ ആ ജോലി നമ്മൾ വിട്ടുപോകാൻ പോകുന്നില്ല. ഞങ്ങൾക്കും നിങ്ങളെ പോലെ തന്നെ കള്ളമായിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ പറ്റും. എന്നോട് ക്ഷമിക്കൂ പ്രതാപ്, ഞാൻ ദൈവത്തിന്റെ ഭക്തി വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മറന്നേ പോയി. ഈ തെറ്റ് ചെയ്തത് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി മുതൽ ലഖൻപൂർ ഗ്രാമം ചന്ദൻപൂർ ഗ്രാമം പറയുന്ന എല്ലാ കാര്യങ്ങളും സേവകൾ ചെയ്തു കൊടുക്കും. ഇല്ല റാം ലഖൻ, ഒരു പക്ഷേ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഞങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം മതിക്കാതെ പോലെ ഉണ്ടാവും. ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും സമം തന്നെയാണ്. ആരും വലുത് ചെറുതെന്ന് പറയാൻ പാടില്ല. നമ്മൾ എല്ലാവരും ചേർന്ന് ദൈവത്തിന് പൂജ ചെയ്തേക്കാം. ഇനി എല്ലാ വർഷവും നമ്മൾ ഇതൊരു മത്സരമായിട്ട് എടുക്കണ്ട, നമ്മൾ ഇതൊരു ഉത്സവമായിട്ട് എടുക്കാം. ഇനി നീ എന്ത് പറഞ്ഞാൽ ഞാൻ കേട്ടോളാം പ്രതാപ്. ഇനി മുതൽ 2 ഗ്രാമവും എപ്പോഴും ഒന്നിച്ചിരിക്കാം. ഇപ്പോൾ 2 ഗ്രാമവാസികളും ചേർന്ന് പരിസരത്തുള്ള മറ്റ് ഗ്രാമങ്ങളെ ചേർത്ത് തങ്ങളുടെ കുലദേവ പൂജയും വിരുന്നും നൽകാൻ ആരംഭിച്ചു. അതായത് 2 ഗ്രാമവും ഒന്നായി ചേർന്ന് കുലദേവ പൂജ ആഘോഷമായി നടത്തി. അങ്ങനെ ഇതുപോലെ ലഖൻപൂർ ഗ്രാമവും ചന്ദൻപൂർ ഗ്രാമവും ഒന്നായി ചേർന്നു. 2 ഗ്രാമവാസികളും ചേർന്ന് ഈ കുലദൈവ പൂജ വളരെ ആഘോഷമായി നടത്താൻ തീരുമാനിച്ചു. ആവശ്യമില്ലാതെ മത്സരങ്ങൾ നടത്തണ്ട എന്നും ഭക്തി പുരസരം ഒരു ഉത്സവം നടത്താമെന്നുമുള്ള തീരുമാനത്തിലെത്തി. രാധ ഒരു പാവവും ആത്മാർത്ഥതയും നന്നായി പരിശ്രമിക്കുന്ന സ്ത്രീയായിരുന്നു. അവർക്ക് ലഡു ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു കടയുണ്ടായിരുന്നു. അവരാ കടയില് ലഡു ഉണ്ടാക്കിയിട്ട് വിൽക്കുമായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ലഡുവിന് വളരെ നല്ല രുചിയാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കൈക്ക് നല്ല കൈപുണ്യം ഉണ്ടെന്നാ. രാധ നല്ല ആത്മാർത്ഥതയോടെ
ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. വളർന്നു വരുന്ന അവരുടെ ലഡുയുടെ വിൽപ്പന കണ്ടിട്ട് രാധയുടെ അയൽക്കാരനായ ജഗ്നേഷ് മിഠായി വാലയ്ക്ക് ഒരുപാട് അസൂയ തോന്നുമായിരുന്നു. ആ വരണം ചേച്ചി, ഏത് മിഠായിയാണ് വേണ്ടത്? വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് രാധയുടെ ലഡു മാത്രമാണ്. അവിടെ താമസിക്കുന്ന അന്തേവാസികളെല്ലാം ജിഗ്നേഷിന്റെ കടയിൽ നിന്ന് മുട്ടായി വാങ്ങുന്നതിന് പകരം രാധയുടെ അടുത്തുനിന്ന് ലഡു മേടിക്കുമായിരുന്നു. അസൂയ കൂടിയപ്പോ ജിഗ്നേഷ് രാധ ഉണ്ടാക്കുന്ന ലഡുവിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. നിങ്ങൾ വിൽക്കുന്ന ലഡു ഉണ്ടല്ലോ, ഒരു വലിയ കല്ല് പോലെ ഉണ്ട്. അത് നിങ്ങൾ വിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ചുറ്റിയിലും കൂടി കൊടുത്താൽ നന്നായിരിക്കും. അവരതുകൊണ്ട് പൊട്ടിച്ച് കഴിക്കും. ജിഗ്നേഷിന്റെ ഈ സംസാരം കേട്ട് രാധയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുമായിരുന്നു. എന്നാലും രാധ ഒരുപാട് പരിശ്രമിച്ചിട്ട് സത്യസന്ധമായി നല്ല രുചിയുള്ള ലഡു ഉണ്ടാക്കിയിട്ട് അതിനെ വിൽക്കുമായിരുന്നു. പതുക്കെ പതുക്കെ രാധയുടെ ലഡു ഉണ്ടാക്കുന്ന ഈ കട വളരെ പ്രശസ്തയാകാൻ തുടങ്ങി. അടുത്ത ഗ്രാമങ്ങളിലെ ആൾക്കാരും രാധയുടെ ലഡു മേടിക്കാൻ അവിടെ വരുമായിരുന്നു. ഒരു ദിവസം പേരുള്ള വലിയൊരു പണക്കാരൻ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി രാധയ്ക്ക് 5000 ലഡു ഉണ്ടാക്കാനുള്ള ഓർഡർ കൊടുത്തു. നാളെ രാവിലെ 5000 ലഡു എന്റെ വീട്ടിലേക്ക് അയച്ചേക്ക്. അത് നല്ല രുചിയുള്ളതായിരിക്കണം, മനസ്സിലായോ? ഞാൻ ലഡു നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം. ഇത്രയും വലിയൊരു ഓർഡർ കയ്യിൽ കിട്ടിയ ഉടൻ രാധ ലഡു ഉണ്ടാക്കാൻ തുടങ്ങി. ഒന്നിനു ശേഷം ഒന്നായി രാധ ലഡു ഉണ്ടാക്കാൻ തുടങ്ങി. രാത്രി ആയപ്പോഴത്തേക്ക് രാധ ലഡു എല്ലാം ഉണ്ടാക്കി വലിയൊരു പാത്രത്തിനകത്ത് അതിനെ എടുത്തു വെച്ചു. നാളെ രാവിലെ ഈ ലഡു ഞാൻ സേഠിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. രാധ അവരുടെ കടയും പൂട്ടി ഒരു പേടിയില്ലാതെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അവരുടെ അയൽവാസിയായ കടക്കാരൻ ജിഗ്നേഷിന്റെ തലയ്ക്കകത്ത് വേറെ എന്തോ ആലോചനയായിരുന്നു. അയാൾ ആഗ്രഹിച്ചത് രാധ ഉണ്ടാക്കിയ ആ ലഡു സേഠിയുടെ വീട്ടില് ഒരിക്കലും എത്താൻ പാടില്ലെന്നാണ്. അങ്ങനെ സംഭവിച്ച സേഠി രാധയോട് ഒരുപാട് ദേഷ്യപ്പെടും. നമ്മള് രാധേനെ കുറിച്ച് ഇല്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, അവള് പിന്നെ കടയും പൂട്ടിട്ട് പോവേണ്ടി വരും. ജിഗ്നേഷ് അയാളുടെ കടയ്ക്കകത്ത് പോയി വലിയൊരു കൂടുമായിട്ടാണ് തിരിച്ചു വന്നത്. അതിനകത്ത് 2-3 വലിയ എലികളെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ അയാള് രാധയുടെ കടയ്ക്കകത്ത് ഈ എലികളെ അങ്ങ് തുറന്നു വിട്ടു. ഇതിന്റെ അകത്ത് വിശന്നിരിക്കുന്ന ഈ എലികൾ അകത്തേക്ക് ചെന്ന് ലഡു എല്ലാം തിന്ന് നാശമാക്കും. അടുത്ത ദിവസം രാധ അവരുടെ കട തുറന്നപ്പോ അവരുടെ മുമ്പിൽ കണ്ടത് ലഡു എല്ലാം തിന്നു തീർത്ത് ആ എലികളെയായിരുന്നു. ആ ഈ എലികൾ എന്റെ കടയ്ക്കകത്ത് എങ്ങനെയാ വന്നത്? എന്റെ ദൈവമേ, ഇവിടെ ഇരുന്ന ലഡു എല്ലാം ഇതുങ്ങള് തിന്നല്ലോ. ഇനി ഞാൻ സേഠിക്ക് എന്തു കൊടുക്കും? ദൂരെ നിന്നോണ്ട് ഇവിടെ നോക്കിയിരുന്ന ജിഗ്നേഷ് രാധയുടെ ലഡു എല്ലാം തകർന്നത് കണ്ടപ്പം ഒരുപാട് സന്തോഷിച്ചു. മൊത്തം ലഡും ആ എലിയെല്ലാം തിന്നു തീർത്തു. സേഠിയുടെ വീട്ടിലേക്ക് ആ ലഡു എല്ലാം എത്തിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ രാധ ഉണ്ടാക്കിയ ലഡുവെല്ലാം ആ എലികളെല്ലാം തിന്ന് തകർത്തില്ലേ? രാധ ഇത് കണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് രാധയുടെ കണ്ണ് അവരുടെ കടയില്
കോണിൽ വെച്ചിരിക്കുന്ന നല്ല തിളക്കമുള്ള ഒരു കുടത്തിൽ ചെന്ന് പെട്ടു. ഈ കുടം എവിടുന്നാ വന്നത്? ഇത് എന്റേതല്ലല്ലോ. രാധ കുടത്തിന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്കെത്തിയ രാധ അതിനകത്തൊന്ന് എത്തി നോക്കി. പക്ഷേ അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. ഈ കുടം ഇവിടെ ആരാണ് വെച്ചേച്ചു പോയത്? രാധ ആ കുടത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് അതിനകത്തേക്ക് കൈയിട്ടു. അന്നേരം അവരുടെ കയ്യില് 2 ലഡു കിട്ടി. ഈ അത്ഭുതം കണ്ടപ്പോ രാധ ശരിക്കും ആശ്ചര്യപ്പെട്ടു. ഈ ലഡു എവിടെന്നാ വന്നത്? രാധ ഒരിക്കൽ കൂടി ആ കുടത്തിനകത്തൊന്ന് എത്തി നോക്കി. പക്ഷേ കുടത്തിനകത്ത് ഒന്നും കാണാനില്ലായിരുന്നു. അവര് ഒരിക്കൽ കൂടി കുടത്തിനകത്ത് കൈയിട്ടു നോക്കി. ഈ പ്രാവശ്യവും അവരുടെ കയ്യില് 2 ലഡുവും കൂടി കിട്ടി. ഈ അത്ഭുതം കണ്ടപ്പോ രാധയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതൊരു അത്ഭുതമുള്ള കുടമാണ്. ഇതെല്ലാ പ്രാവശ്യവും എനിക്ക് 2 ലഡു തരുന്നുണ്ട്. ഓരോ പ്രാവശ്യവും രാധ അതിനകത്ത് കൈയിട്ട് 2 ലഡു എടുത്തു. കുറച്ചു സമയത്തിന് ശേഷം രാധ 5000 ലഡു അതിനകത്തിന്ന് എടുത്തു. എന്നിട്ട് അതെല്ലാം കൂടി സേഠ്ജിയുടെ വീട്ടിൽ കൊടുക്കാൻ അവിടുന്ന് പുറപ്പെട്ടു. ലഡു കൊണ്ട് രാധ പോകുന്ന കണ്ടപ്പോ ജിഗ്നേഷിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ലഡുവും എലി തിന്നു കഴിഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ ഇത്രയും ലഡു ഉണ്ടാക്കി കൊണ്ടുവന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. കുറച്ചു സമയത്തിന് ശേഷം ലഡു കൊടുത്തിട്ട് രാധ അവരുടെ കടയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ടവർ ആ അത്ഭുത കുടത്തിനകത്ത് കൈയിട്ട് ഇനിയും കുറെ ലഡു ഉണ്ടാക്കാൻ അവര് തുടങ്ങി. ദൂരെ നിന്നിരുന്ന ജിഗ്നേഷ് ഇത് കണ്ടപ്പോ ശരിക്കും ആശ്ചര്യപ്പെട്ടു. അങ്ങനെയാണോ? അപ്പൊ ഈ കുടം കാരണമാണ് അവൾക്ക് ഈ ലഡു എല്ലാം കിട്ടുന്നത് അല്ലേ? എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ ആ കുടം നമുക്ക് കട്ടെടുത്തേ പറ്റൂ. പിന്നെ എനിക്കും ആ കുടത്തിൽ നിന്ന് ലഡു എല്ലാം ഉണ്ടാക്കി അതങ്ങ് വിൽക്കാലോ. ജിഗ്നേഷ് ആണെങ്കിലോ ഒരവസരം കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു. രാധ കടയിൽ വരുന്ന ആൾക്കാർക്ക് ലഡു വിൽക്കുന്ന സമയം നോക്കി ആരും കാണാതെ ജിഗ്നേഷ് കടയിലേക്ക് വന്ന് ആ അത്ഭുത കുടം മോഷ്ടിച്ചു. ഇപ്പൊ ഞാൻ ഈ ലഡു എല്ലാം ഈ കുടത്തിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ജിഗ്നേഷ് ആ കുടത്തിനകത്തിന്ന് ലഡു എടുക്കാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് കൈയൊന്നിട്ടപ്പോ അയാളുടെ കയ്യില് 2 ലഡുവിന് പകരം വിഷമുള്ള 2 പാമ്പാണ് കയ്യിൽ കിട്ടിയത്. കയ്യില് പാമ്പിരിക്കുന്ന കണ്ടപ്പോ ജിഗ്നേഷിന്റെ അഹങ്കാരവും ധൈര്യവും ഒക്കെ ചോർന്നു പോയി. ആ പാമ്പിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ജിഗ്നേഷ് ആ കുടം അവിടെ ഇട്ട് ഓടിപ്പോയി. ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം, നന്നായി പരിശ്രമിച്ചിട്ട് സത്യസന്ധമായി ജോലിയെടുക്കുന്ന ആൾക്കാര് നേരിടുന്ന ഓരോ പ്രശ്നവും അവർക്ക് എളുപ്പത്തിൽ തീർക്കാൻ കഴിയും. പക്ഷേ മറ്റുള്ള ആൾക്കാരെ കണ്ട് അസൂയപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്ക് നേരിടാൻ സ്വന്തമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാറാണ് പതിവ്. വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവരുടെ പാടത്ത് വിളവ് ഭംഗിയായിട്ട് കിളിച്ചു നിൽക്കുന്ന കാണാമായിരുന്നു. ഈ പാടത്തെ ഒരു പാടം ശംഭുവിന്റെ ആയിരുന്നു. ശംഭു 3 മാസം വരെ ഒരുപാട് പരിശ്രമിച്ചു. അതിനുശേഷമാണ് അവരുടെ പാടത്ത് വിളവ് കിളിച്ചു നിൽക്കുന്നത് കണ്ടത്. വിളവ് വെട്ടാനുള്ള സമയമായപ്പോൾ ശംഭുവിന് ഒരുപാട് സന്തോഷമുണ്ടാവുമായിരുന്നു അവരുടെ പാടം കണ്ടിട്ട്. നീ ഇത് കണ്ടില്ലേ? നമ്മുടെ പയറുകളൊക്കെ വളരെ നന്നായാണ് വിളഞ്ഞു നിൽക്കുന്നത്. സ്വർണം പോലെ കാണാനുണ്ടെന്നോ? പക്ഷെ അത് സ്വർണ്ണമൊന്നുമല്ല. എന്തിനാ നിന്റെ മുഖം എപ്പോഴും നീ ഇങ്ങനെ വീർപ്പിച്ചു വെക്കുന്നേ? ഇതൊക്കെ കണ്ട് നിനക്ക് കുറച്ചെങ്കിലും ഒന്ന് സന്തോഷിച്ചുകൂടെ? നിങ്ങൾ എന്തെങ്കിലും ഈ പാടത്തുനിന്ന് സ്വർണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അന്നായിരിക്കും ഞാൻ സന്തോഷിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ധാന്യങ്ങളെല്ലാം നമ്മുടെ വീട്ടു ചെലവിന് പോലും കഷ്ടിച്ചുണ്ടാകാറില്ല. വിവാഹത്തിന്റെ സമയത്ത് എത്ര സ്വപ്നങ്ങളാ ഞാൻ കണ്ടത്. എന്റെ ഭർത്താവ് എന്നെ സ്വർണം കൊണ്ട് പൊതിയാൻ പോവുകയാണെന്ന്. പക്ഷെ ആഗ്രഹങ്ങളെല്ലാം തകർന്നു പോയി.
ശംഭുവിന്റെ ഭാര്യ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഇന്ന് ശംഭു വിളവ് വെട്ടാൻ പാടത്തെത്തി. അവൻ അവന്റെ കലപ്പ എടുത്ത് നിലത്തടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ കലപ്പ ഏതാണ്ട് തേലടിച്ചത്. ശംഭു അവന്റെ കൈ ഉപയോഗിച്ചിട്ട് അടുത്തുള്ള മണ്ണൊക്കെ മാറ്റി. അപ്പോഴാണ് അവന് മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം കിട്ടിയത്. ശംഭു ആ കൊട എടുത്ത് അപ്പുറത്ത് വെച്ചു. പിന്നെ പാടം കൊയ്യാൻ തുടങ്ങി. രാവിലെ തൊട്ട് ഉച്ചവരെ പരിശ്രമിച്ചിട്ട് ശംഭു ഒരുപാട് ക്ഷീണിച്ചു പോയി. അവൻ അവന്റെ കലപ്പ ആ കൊടത്തിനകത്ത് വെച്ചു. എന്നിട്ട് അതിന്റെ അടുത്ത് തന്നെ മരത്തിന്റെ ചവിട്ടിൽ ഉറങ്ങിപ്പോയി. ശംഭു എണീറ്റപ്പോ അവൻ അവിടെ നിന്ന് ചിന്തിച്ചു. കാരണം ഇപ്പോ ഒരു കലപ്പയ്ക്ക് പകരം 3 കലപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, ബാക്കി 2 കോടാലി ആരാ ഇവിടെ കൊണ്ടുവച്ചത്? എന്റെ കയ്യിൽ ആകെ ഒരു കോടാലി മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്തായാലും കൊള്ളാം, സംഗതി കലക്കി. ഞാനിതെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ. ശംഭു ആ കൊടവെടുത്ത് വീട്ടിലേക്ക് പോയി. നിനക്കൊരു കാര്യം കേൾക്കണോ? ഇന്നൊരു അത്ഭുതമാണ് സംഭവിച്ചത്. എനിക്ക് ഒരു കലം കിട്ടി. ആ കലത്തിനുള്ളിൽ ഞാനൊരു കോടാലിയും വെച്ചു. എന്നിട്ട് ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കോടാലിക്ക് പകരം 3 കോടാലി അവിടെ ഇരിക്കുന്നു. ഇത് നോക്ക്, 3 എണ്ണം ഉണ്ട്. തീർച്ചയായിട്ടും ഈ കൊടത്തിന് നല്ല ശക്തിയുള്ളതാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന ഒന്ന് സമ്മതിക്കുന്നുണ്ടോ? വരൂ, നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. അതെങ്ങനെ? ഞാൻ ഇതിനകത്ത് എന്റെ ഈ വളയൊന്ന് ഇട്ടു നോക്കട്ടെ, പിന്നെ നമുക്ക് നോക്കാം. ശാന്ത അതിനകത്ത് കയ്യിലിരുന്ന വളയിട്ടു നോക്കി. എന്നിട്ട് അവർ രണ്ടുപേരും വേറെ മുറിക്കകത്ത് പോയിരുന്നു. രാത്രിയില് തന്നെത്താനെ അതൊന്നിന് പകരം 3 മാറി. എന്നിട്ട് പിന്നെ രാവിലെ ശാന്തയും ശംഭുവും ആ കൊടത്തിനകത്ത് നോക്കിയപ്പോ അവര് ഞാൻ പറഞ്ഞില്ലേ, ഈ കൊടത്തിന് ശരിക്കും മാന്ത്രിക ശക്തിയുണ്ട്. ഇത് ശരിക്കും മാന്ത്രിക ശക്തിയുള്ള കലമാണ്. നമുക്കിപ്പോ ശരിക്കും ഭാഗ്യമുണ്ട്. നമ്മള് ശരിക്കും പണക്കാരാകും. വിവാഹത്തിന് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം സത്യമാകും. ആ ശരി, എല്ലാം ശരിയാണ്. പക്ഷേ കുറച്ച് സാവകാശം വേണം. ഈ മാന്ത്രിക ശക്തിയുള്ള കലത്തെക്കുറിച്ച് വേറെ ആരോടും പറയാൻ പാടില്ല കേട്ടോ. ഞാനെന്താ വിഡ്ഢിയാണോ എല്ലാരോടും ചെന്ന് പറയാൻ? ശരി, ഞാനിപ്പോ കൃഷിസ്ഥലത്തേക്ക് പോവാ. ശംഭു അവന്റെ പാടത്തേക്ക് തിരിച്ചുപോയി. എന്നിട്ടിവിടെ ശാന്ത ഓരോ സാധനങ്ങളും 3 മാറ്റുമായിരുന്നു. ആദ്യം അവൾ അവളുടെ നല്ലൊരു സാരി ആ കൊടത്തിനകത്തിട്ടു. കുറച്ചു സമയത്തിന് ശേഷം അത് 3 സാരിയായി മാറി. പിന്നെ ശാന്ത അവളുടെ സ്വർണ വളകൾ അതിനകത്തിട്ടു. അതും 1 3 മാറി. ഇനി എന്ത് വേണം? ശാന്തയുടെ കൈ കിട്ടിയതെല്ലാം 1 3 മാറ്റി. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ശംഭു വീട്ടിലേക്ക് എത്തിയപ്പോ അവൻ അവന്റെ വീട് കണ്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടു. അവിടെ 1 പകരം 3 കസേരകളുണ്ട്. 1 പകരം 3 ക്ലോക്കും. ഓരോ പാത്രങ്ങളും 3 വീതം ഉണ്ടായിരുന്നു. അവൻ അവന്റെ ഭാര്യയെ നോക്കി. അപ്പോ അവളുടെ കഴുത്തില് 3 താലിയുണ്ടായിരുന്നു. 2 കൈയിലും 3 വള വീതം. അവൻ നിലത്ത് നോക്കിയപ്പോ ഒരു സാരിക്ക് പകരം 3 സാരി ഉണ്ടായിരുന്നു. ശാന്ത, എന്താ ഇത്? നമ്മളിപ്പോ പണക്കാരായി. കണ്ടില്ലേ, എന്റെ അടുത്ത് എത്ര ആഭരണങ്ങളുണ്ട്, എന്തുമാത്രം സാരിയുണ്ട്. ഇത് കണ്ടില്ലേ, എന്തുമാത്രം പാത്രങ്ങൾ. ഓരോ സാധനം 3 വീതമുണ്ട്. അതുമാത്രമില്ല, ഞാൻ ഇതിനകത്ത് എന്റെ 2 കോഴിയെ ഇട്ടു. നമ്മുടെ കയ്യിൽ ഇപ്പോ 6 കോഴിയാണുള്ളത്. നമ്മുടെ ഭാഗ്യം ശരിക്കും തെളിഞ്ഞു. ഞാൻ പറയട്ടെ, നാളെ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി മാർക്കറ്റിലൊന്ന് വിൽക്കട്ടെ. എന്നിട്ട് നമ്മള് വലിയ പണക്കാരാകും. പിന്നെന്ത് വേണം? ഈ ഗ്രാമത്തിലെല്ലാം ഞാൻ ഒരു വലിയ പണക്കാരിയായിട്ട് കറങ്ങാൻ പോവുകയാണ്. ശംഭുവിന് ശാന്തയുടെ കണ്ണില് അത്യാഗ്രഹം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? ശരി, ആ പാത്രം എവിടെ? ഇവിടെ തന്നെ ഉണ്ട്. ശംഭു ആ കൊടത്തിന്റെ അടുത്ത് പോയി ആ മൺകുടം കയ്യിലെടുത്ത് താഴെ ഇട്ട് ഉടച്ചു. എന്റെ ദൈവമേ, എന്താ നിങ്ങൾ
നിങ്ങൾ ഈ കാണിച്ചത്? മന്ത്രമുള്ള എന്റെ ആ കുടം, വലിയ പണക്കാരിയാകാനുള്ള എന്റെ സ്വപ്നം, നിങ്ങൾ അതിനെ അങ്ങ് തകർത്ത് കളഞ്ഞല്ലോ. നിനക്ക് അഹങ്കാരം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായിട്ടുണ്ട്. നല്ല സമയത്തായി എനിക്ക് ഈ കലം ഉടയ്ക്കാൻ തോന്നിയത്. ആർക്കറിയാം ഇത് വെച്ച് നീ വേറെ എന്തൊക്കെ ചെയ്യുമായിരുന്നെന്ന്. ശംഭു അവന്റെ ഭാര്യ ശാന്തയെ അത്യാഗ്രഹത്തിൽ നിന്നും മോചിച്ചു. ഈ കഥയിലെ നമുക്ക് കിട്ടിയ പാഠമാണ്, നമുക്ക് ആവശ്യമില്ലാത്ത അത്യാഗ്രഹം ശരിക്കും നല്ല കാര്യമല്ല. ഭീംഗഡിൽ വലിയൊരു പണക്കാരൻ താമസിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വലിയൊരു ഭൂമി ഉണ്ടായിരുന്നു. പിന്നെ ധാന്യമുള്ള ഗോഡൌണും ഉണ്ടായിരുന്നു. സേഠ്ജിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം സേഠ്ജിയെ കാണാൻ അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് വന്നു. അല്ല, നിങ്ങൾക്കെന്താ ഇത്രയും പ്രായമായത്? എത്രയൊക്കെ കാശ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് ഞാനും കുറെ നാളായിട്ട് ചിന്തിക്കുകയായിരുന്നു. നീ എന്ത് ചെയ്യാനാ പറയുന്നേ? നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കൂടി അങ്ങ് കഴിക്ക്. സേഠ്ജി ആലോചിക്കാൻ തുടങ്ങി. എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ എന്റെ അനിയത്തിയുടെ മോള മായ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവരുമായിട്ട് ഒന്ന് സംസാരിക്കാം. ആ കാര്യത്തിന് സേഠ്ജി സമ്മതിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സേഠ്ജി മായയെ വിവാഹം ചെയ്തിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട രേഖയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടായി. പക്ഷേ അവരൊന്നും മിണ്ടിയില്ല. ദിവസം മുഴുവനും മായ നല്ല സുഖമായിട്ട് കഴിഞ്ഞു. പക്ഷെ വീട്ടിലെ ജോലിയെല്ലാം രേഖയായിരുന്നു ചെയ്തോണ്ടിരുന്നേ. എന്നിട്ട് അവളിപ്പോ അവളുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വൈകുന്നേരം സേഠ്ജി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ മായ സുഖമില്ലാത്ത അഭിനയമാണ് കാണിക്കുന്നത്. അയ്യോ എന്റെ പുറം, അയ്യോ. നിനക്കെന്താ പറ്റിയത്? രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. രാവിലെ തൊട്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് എന്റെ നടു ഇപ്പൊ നല്ല വേദനയുണ്ട്. രേഖ എന്താ നിന്നെ സഹായിക്കാറൊന്നുമില്ലേ? ചേച്ചിയോ, അവരെന്നേക്കാ മൂത്തതല്ലേ, അവരെങ്ങനെ എന്നെ സഹായിക്കുന്നത്? എന്നിട്ട് എന്തൊക്കെയായാലും അവർ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയല്ലേ, അതുകൊണ്ട് അവർക്കല്ലേ എന്നേക്കാ കൂടുതൽ വില ഈ വീട്ടില്. ഇതെല്ലാം കേട്ടാ സേഠ്ജിക്ക് ഒരുപാട് ദേഷ്യം വന്നു. രേഖ, രേഖ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? വീട്ടിലേക്ക് പുതുതായി വന്ന കുട്ടിയെ കൊണ്ടാണോ നീ പണിയൊക്കെ എടുപ്പിക്കുന്നത്? നിനക്കാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? മാത്രമല്ല മായയെ കൊണ്ട് നീ എല്ലാ പണിയും എടുപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ രേഖ ഒരുപാട് പറയാൻ ശ്രമിച്ചു. പക്ഷേ സേഠ്ജി അവര് പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറല്ല. എന്നിട്ട് അവരവരുടെ ഈ അവസ്ഥ കണ്ട് കരയാൻ തുടങ്ങി. അതിനുശേഷം മായ ഓരോ ദിവസവും രേഖയെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വഴക്കിടിപ്പിക്കും. പക്ഷെ പാവം രേഖ ഇതെല്ലാം മിണ്ടാതെ സഹിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുമായിരുന്നു. ഒരു ദിവസം കാര്യങ്ങളെല്ലാം കയ്യിന്ന് വിട്ടുപോയപ്പോ സേഠ്ജി രേഖയെ ഒരു ദിവസം വീട്ടിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോഴാണ് മായ കളിച്ച കളി അവള് വിജയിച്ചത്. ഇനി എന്തു വേണം? സേഠ്ജി മായ പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കുമായിരുന്നു. ഒന്ന് കേക്കൂ, ഇതാ വീടിന്റെ കടലാസാണ്. ഇത് നിങ്ങൾ എന്റെ അനിയന് സമ്മാനമായിട്ട് കൊടുക്കാനിരുന്നതായിരുന്നു. ഇതില് നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നെ. അതെ അതെ, ഈ കല്യാണം എനിക്ക് നടത്തി തന്നതിന് എന്റെ സുഹൃത്തിന് എന്തെങ്കിലും കൊടുത്തേ മതിയാകൂ. ആ പേപ്പർ എങ്ങതാ, ഞാൻ ഇപ്പൊ തന്നെ ഒപ്പിട്ടേക്കാം. സേഠ്ജി ആ കടലാസ് ഒന്നും വായിക്കാതെ പോലെയാണ് ഒപ്പിട്ട് കൊടുത്തത്. ഇതെല്ലാം കണ്ടോണ്ടിരുന്ന മായ ഒരുപാട് സന്തോഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മായയും അവളുടെ അനിയനും സേഠ്ജിയെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കും. മായ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഈ വീട് എന്റേതാ, നീ എന്റെ ഭാര്യയും. അല്ല കിളവാ, നിങ്ങൾ എങ്ങനെ ഈ വിചാരിച്ചത് ഞാൻ നിങ്ങളുടെ കൂട്ടുള്ള ഒരു കിളവനെ എന്റെ ഭർത്താവായിട്ട് സമ്മതിക്കുമെന്ന്? ആ ദിവസം നിങ്ങൾ ഒപ്പിട്ട് തന്ന ആ കടലാസ് ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങളുടെ സ്ഥലത്തിന്റെയും സ്വത്തിന്റെയും കടലാസായിരുന്നു. അതിപ്പോ എന്റെ പേരിലാണ് ഉള്ളത്. ഇതെല്ലാം കേട്ട് സേഠ്ജി മയങ്ങി വീണു. നാട്ടുകാരെല്ലാരും അദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോയി. സുഖമില്ലാത്ത അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോ അദ്ദേഹത്തിനെ കാണാൻ
അദ്ദേഹത്തിന് ആദ്യ ഭാര്യ രേഖയാണ് വന്നത്. അവരെ കണ്ട് രേഖ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന് രണ്ടാം ഭാര്യ മായ ഒന്ന് കാണാൻ പോലും വന്നില്ല. ഇത് കണ്ട സേഠ്ജി ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. ഈ കഥ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മള് മനുഷ്യരുടെ രൂപവും ഭാവവും അല്ലാതെ അവരുടെ മനസ്സിലെ സൗന്ദര്യമാണ് കാണേണ്ടത്.